അകാരണമായ മാനസിക പിരിമുറുക്കം, അങ്ങനെ പ്രക്ഷുബ്ധമായ മനസ്സ്, എവിടെ ഒരു ശാന്തത കിട്ടുന്നില്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം വരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം പണക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാനായിട്ട് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി പലരും മതത്തെ ആശ്രയിക്കാറുമുണ്ട്. അതിനായി ഒരു മതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മതമേലാളന്മാരിൽ നിന്നൊക്കെ വളരെ വലിയ സ്വീകരണമായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് അതിലേക്ക് കൊണ്ടുപോയി പിന്നെ മതപഠനങ്ങളായി മതപഠനങ്ങളിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്ന കൂട്ടത്തിൽ അവർ ഇന്ന രീതിയിൽ ജീവിക്കാവൂ, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഈ വസ്ത്രങ്ങളൊക്കെ ഇതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയും. ആഴ്ചയിൽ ഒരു നിശ്ചിത ദിവസം കൃത്യമായിട്ട് ദേവാലയത്തിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ കേട്ട് തുടങ്ങുന്നതോടുകൂടി തന്നെ അയാൾ പിരിമുറുക്കം മാറ്റാൻ വന്നയാൾക്ക് ഒന്നുകൂടി മാനസിക പിരിമുറുക്കമാകും. കാരണം ആഴ്ചയിൽ ഒരു ദിവസം പണിയൊക്കെ ലീവാക്കിയിട്ട് വേണ്ടി വരും ദേവാലയത്തിൽ എത്തിപ്പെടാനായിട്ട്. അതുപോലെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ മുറപോലെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകളും ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അയാളുടെ മാനസിക പിരിമുറുക്കം ഒന്നും കൂടി വർദ്ധിക്കും. അങ്ങനെ അതൊക്കെ സഹിച്ച് കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അടുത്ത നിർദ്ദേശം വരുന്നത്. നമ്മുടെ മതത്തിന് വളരണമെന്നുണ്ടെങ്കിൽ മറ്റു മതങ്ങളുടെ കുറ്റം പറയണം, അതുപോലെ അവരെ കളിയാക്കണം, കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കളിയാക്കണം, അവരെ തെറി വിളിക്കണം, പറ്റുന്നത്ര ദ്രോഹിക്കണം. എന്നിട്ടും അവരൊന്നും മതത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ വല്ല പ്രലോഭനങ്ങളൊക്കെ നൽകിയിട്ട് മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ അവരൊക്കെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക് എന്നുള്ളൊരു നിർദ്ദേശം കൂടി മതമേലാളന്മാരിൽ നിന്ന് വരുമ്പോഴേക്കും ഇയാളുടെ മനസ്സ് കൂടുതൽ കലുഷിതമായി തീരും. ഈ പുല്ലെല്ലാം കൂടി വലിച്ചു കളയാം, മതവും വേണ്ട, ഒരു മണ്ണാങ്കാട്ടയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഊരി വരാമെന്ന് വിചാരിച്ചാൽ അതിനും അവർ വിടില്ല. കാരണം പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മതത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നിയമ നടപടികളും കർശനമായ ദ്രോഹ നടപടികളും ഒക്കെ ഉണ്ടാകും എന്നത് ഭയന്ന് പിന്നെ അവർക്ക് ആ മതത്തിൽ തന്നെ തുടർന്നേ പറ്റൂ എന്നൊരവസ്ഥ വരികയും ചെയ്യും. എന്നാൽ ഇക്കൂട്ടത്തിൽ ഹിന്ദുമതത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിലെ മത ശാസനകൾ അനുസരിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിക്കാനൊന്നും അതിലാരും ഇല്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് കയറി ചെന്നതുകൊണ്ട് ആർക്കും ഒരു ടെൻഷൻ അടിക്കേണ്ട അവസരം ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധീകരിക്കുകയും അതുവഴി മനസ്സമാധാനം ലഭിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ മതം അനുശാസിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അവനവന് വേണമെങ്കിൽ അനുഷ്ഠിച്ച് അങ്ങനെ മനഃശാന്തിയിലേക്ക് പ്രവേശിക്കാം. അത്രയേ ഉള്ളൂ.